ഈ തർക്കവും പിടിവാശിയും അതുപോലെയുള്ള കാര്യങ്ങളിൽ അതിയായ കഴിവുള്ളവൻ, കുതന്ത്രങ്ങൾ അറിയുന്നവൻ, അതിൽ ഭയങ്കര കഴിവുള്ളവൻ, അവൻ എങ്ങനെയെങ്കിലുമൊക്കെ ഹക്കാണെങ്കിലും അവന്റെ ബാത്തിലിനെ പറഞ്ഞ് ആളുകളെ തെറ്റിക്കുന്ന, ആ ബാത്തിലിനെ സ്ഥാപിക്കുന്ന, ഹക്കിനെ ഇല്ലാതാക്കുന്ന തരത്തിൽ തർക്കിക്കുന്ന ആളുകൾ. ഇങ്ങനെയുള്ള ആളുകളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും വെറുപ്പുള്ള, അള്ളാഹു തആല ഏറ്റവും കോപിക്കുന്ന ആളുകൾ എന്നുള്ളത്. കാരണം എന്താണ്? ഇതുപോലെയുള്ള ആളുകൾ ഉണ്ടായാൽ ഈ ജനങ്ങൾക്കിടയിൽ ഒരുപാട് ഫിത്നയാണ് ഉണ്ടാവുക. കാരണം ആ ഹക്ക് അറിഞ്ഞാലും ഈ ബാത്തിലിന്റെ ആളുകളുടെ സംസാരവും തർക്കം കൊണ്ട് അവർ ആ ബാത്തിൽ വീണ് പോകും. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല അവരെ വളരെയധികം വെറുക്കുന്നു. الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ് ഉസൂലുൽ ഈമാൻ, അതിലെ അടുത്ത ബാബ്, ബാബു അത്തശ്ദീദ് ഫി ത്വലബിൽ ഇൽമി ലിൽ മിറാഇ വൽ ജിദാൽ. ഇൽമു നേടുന്നതിനെ കുറിച്ചിട്ടുള്ള താക്കീത്. എന്തിനു വേണ്ടി? ആളുകളോട് തർക്കിക്കാൻ, അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ, ആ നിലയിലെല്ലാം ലക്ഷ്യം വെച്ചിട്ട് ഇൽമു നേടുന്നതിനെ കുറിച്ചുള്ള താക്കീതാണ് ഈ ബാബിൽ പറയുന്നത്. അതിലൊന്നാമത്തെ ഹദീസ് ഈ കിതാബിലെ 127-ാമത്തെ ഹദീസാണ്. عن كعب بن مالك رضي الله عنه قال قال رسول الله صلى الله عليه وسلم من طلب العلم ليجاري به العلماء أو ليماري به السفهاء أو يصرف به وجوه الناس إليه أدخله الله النار. رواه الترمذي. തിർമിദി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ത്വലബൽ ഇൽമ, ആരാണോ ഇൽമു നേടുന്നത്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് മാത്രം ലക്ഷ്യം വെക്കാതെ ഇൽമു നേടുന്നത്. അവൻ ഇൽമു നേടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലിയുജാരിയ ബിഹി അൽ ഉലമാ, ഉലമാക്കളോട് മത്സരിക്കാൻ വേണ്ടിയിട്ട്, പണ്ഡിതന്മാരുടെ സ്ഥാനത്തെത്തി അവരോട് മത്സരിക്കാൻ വേണ്ടി, അവരോട് സമമാകാൻ, അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ അറിയപ്പെടാൻ, ഈ നിലയിൽ ഒരു സ്ഥാനത്തെത്താൻ വേണ്ടി ഇൽമു നേടുന്നു. ഔ ലിയുമാരിയ ബിഹി അസ്സുഫഹാ, അല്ലെങ്കിൽ ജാഹിലികളായിട്ടുള്ള ആളുകളുടെ മുമ്പിൽ അവരോട് സംസാരിച്ച് തർക്കിച്ച് ആ രീതിയിൽ തർക്കിക്കാൻ വേണ്ടി, അവരെ വിലോറച്ച് കണ്ട് അവരെ തർക്കിക്കാൻ വേണ്ടിയിട്ട്. ഔ യസ്രിഫ ബിഹി വുജൂഹൻ നാസി ഇലൈഹി, അല്ലെങ്കിൽ ആളുകളുടെ നോട്ടം, അല്ലെങ്കിൽ ആളുകളെ അവന്റെ നേരക്ക് തിരിക്കാൻ, ആളുകളെ ലക്ഷ്യം അവന്റെ നേരക്ക് തിരിക്കാൻ വേണ്ടി, അവന്റെ വാക്കുകൾ കേൾക്കണം എന്നുള്ള നിലക്ക് അവന്റെ നേരക്ക് ആളുകളെ തിരിക്കാൻ വേണ്ടിയിട്ട് ആരാണോ ഇൽമു നേടുന്നത്, അദ്ഖലഹുല്ലാഹു അന്നാറ, അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. നമ്മൾ ഓരോരുത്തരും ഇൽമു നേടുന്നവരാണ്, ഇൽമു നേടി അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഏതൊരു അമലിനെയും പോലെ ഇൽമു നേടുന്നതിനും ത്വലബുൽ ഇൽമിനും നമുക്കുണ്ടാവേണ്ട നിയ്യത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വജ്ഹ് മാത്രമായിരിക്കണം. അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ച് അതുകൊണ്ട് അമല് ചെയ്യാൻ വേണ്ടി, അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് സൽക്കർമ്മങ്ങൾ ചെയ്തടുക്കാൻ വേണ്ടി, നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജഹല് ഒഴിവാക്കാൻ വേണ്ടി, അങ്ങനെ അതിനു വേണ്ടിയായിരിക്കണം നമ്മൾ ഇൽമു നേടേണ്ടത്. അതല്ലാതെ ആളുകൾക്കിടയിൽ ആലിം എന്നറിയപ്പെടാൻ, അല്ലെങ്കിൽ ഉലമാക്കളോട് മത്സരിക്കാൻ, അല്ലെങ്കിൽ വിഡ്ഢികളോട് തർക്കിക്കാൻ, അല്ലെങ്കിൽ ആളുകൾ എന്നിലേക്ക് തിരിയണം എന്നുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ അവന്റെ അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇൽമു നേടുമ്പോൾ നമ്മുടെ നിയ്യത്ത് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് മാത്രമായിരിക്കണം. അടുത്ത ഹദീസ്, വഅൻ അബീ ഉമാമ റളിയല്ലാഹു അൻഹു മർഫൂഅൻ, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു മർഫൂആയി കൊണ്ട് ഉദ്ധരിക്കുന്നത്, മാ ضل قوم بعد هدى كانوا عليه إلا أوتوا الجدل. ഒരു ജനതയും ഹിദായത്ത് ലഭിച്ചതിന് ശേഷം പിഴച്ചു പോയിട്ടില്ല, അവർക്ക് തർക്കത്തിലായതുകൊണ്ടല്ലാതെ, അവർ തർക്കത്തിൽ മുഴുകിയത് കൊണ്ടല്ലാതെ.
ثم تلا قوله تعالى പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് പാരായണം ചെയ്തു മാ ളറബൂഹു ലക ഇല്ലാ ജദല ബൽ ഹും ഖൗമുൻ ഖസിമൂൻ. അവര് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ സംഭവമാണ്, നമുക്ക് വിശദീകരിക്കാം. ഉപമ എടുത്ത് കാണിച്ചത് ജദലിന് വേണ്ടി, നിന്നോട് തർക്കിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അവർ പിടിവാശിക്കാരായ ആളുകളാണെന്ന് റവാഹു അഹ്മദ് വ തിർമിദി വ ഇബ്നു മാജ. ഇവിടെ നമ്മളിത് ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിലായ ഒരു ജനതയെ പിന്നീട് അവര് പിഴച്ചു പോകാൻ കാരണമാകുന്നത് ജദലാണെന്ന്. ജദൽ പറഞ്ഞ തർക്കം, അനാവശ്യമായിട്ടുള്ള തർക്കം, അത് നമ്മളെ വലാലത്തിലേക്ക് എത്തിക്കും. മുൻഗാമികളായ പണ്ഡിതന്മാർ പറഞ്ഞ വാക്കുകൾ കാണാൻ സാധിക്കും. ഇമാം ഔസാഇ പോലെയുള്ളവർ, ഒരു ജനതയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിച്ചാൽ അവരിൽ സൽക്കർമ്മങ്ങൾക്കുള്ള കഥകൾ അല്ലാഹു തആല തുറന്നു കൊടുക്കും. അവർ കർമ്മങ്ങളിൽ മുന്നിടാനുള്ള അവസരം അവർക്ക് കൊടുക്കും. ഇനി ഷർറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ ജദലിലായിരിക്കും മുഴുകുക, തർക്കത്തിലായിരിക്കും മുഴുകുക. പരസ്പരം തർക്കിച്ച് അമലില്ലാത്ത, അമലു സാലിഹാത്തുകളില്ലാത്ത, ഇഖ്ലാസ് ഇല്ലാത്ത ഒരവസ്ഥയിൽ അവർ വലാലത്തിലേക്ക് എത്തുന്ന. കാരണം തർക്കത്തിൽ മുഴുകിയാൽ അല്ലാഹു തആല അവരെ വലാലത്ത് കൊണ്ട് പരീക്ഷിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേടുന്ന ഇൽമു കൊണ്ട് നാം ഏറ്റവും നല്ല രീതിയിൽ അമല് ചെയ്യുകയാണ് വേണ്ടത്. പൊതുവായിട്ട് മുസ്ലിമീങ്ങളും തുല്ലാബുൽ ഇൽമു പ്രത്യേകിച്ചും അവർക്ക് ലഭിച്ച ഇൽമു കൊണ്ട് ഇഖ്ലാസോടുകൂടി അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന സൽക്കർമ്മങ്ങൾ മുഴുകയാണ് വേണ്ടത്. അല്ലാതെ അനാവശ്യമായ തർക്കങ്ങളിൽ, ഇന്ന് കാലത്ത് തുല്ലാബുകൾക്കിടയിൽ, ഇൽമു നേടുന്ന ആളുകൾക്കിടയിൽ വളരെയധികം കാണുന്ന ഒരു പ്രശ്നമാണത്. ഒരാവശ്യമില്ലാത്ത തർക്കങ്ങളിൽ മുഴുകുക. എന്തിനാണ് അവർ തർക്കിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. അതേസമയം അവർ ചെയ്യേണ്ട ഒരുപാട് സൽക്കർമ്മങ്ങളെ കുറിച്ച് അവർ അശ്രദ്ധയിലാവുകയും ചെയ്യുക. സുബ്ഹാനല്ലാഹ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശർറ് ഉദ്ദേശിക്കുന്നതിന്റെ ലക്ഷണമായിട്ടാണ് പണ്ഡിതന്മാർ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെ ഈ ആയത്ത് പാരായണം ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാം സൂറത്തുൽ അംബിയായിൽ, ഇന്നകും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹ് ഹസബു ജഹന്നമ അൻതും ലഹാ വാരിദൂൻ ലൗ കാന ഹൗലാഹി ആലിഹതൻ മാ വറദൂഹാ വകുല്ലും ഫീഹാ ഖാലിദൂൻ. അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന ആളുകളും അല്ലാഹുവിനെ അല്ലാതെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളും നാളെ പരലോകത്ത് നരകത്തിന്റെ വിറകുകളാവാനുള്ളവരാണ്. അവർ ഇലാഹുകളായിരുന്നെങ്കിൽ അവർ അതിൽ വരില്ലായിരുന്നു എന്നുള്ള ആയത്ത്. ഈ ആയത്ത് കേട്ടപ്പോൾ മക്കയിലെ മുശ്രിക്കീങ്ങൾ പറഞ്ഞു, അകുല്ലും മൻ ഉബിദ ദൂനില്ലാഹി ഫീ ജഹന്നമ മഅ മൻ അബദ. അള്ളാഹുവിനെ അല്ലാതെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന എല്ലാവരും ആരാണോ അവനെ ഇബാദത്ത് ചെയ്ത് അവനോടൊപ്പം നരകത്തിലാണോ? എന്നിട്ട് അവർ പറഞ്ഞു, ഫനഹ്നു നഅബുദുൽ മലായിക, ഞങ്ങൾ മലക്കുകളെയാണ് ഇബാദത്ത് ചെയ്യുന്നത്. വൽ യഹൂദു തഅബുദു ഉസൈറ, യഹൂദന്മാർ ഇബാദത്ത് ചെയ്യുന്നത് ഉസൈറിനെയാണ്. വൻ നസാറ തഅബുദുൽ മസീഹ് ഈസ ഇബ്നു മറിയം, നസാറാക്കൾ ഇബാദത്ത് ചെയ്യുന്ന ആരാണ്? ഈസ ഇബ്നു മറിയമിനെ. അവരൊക്കെ നരകത്തിൽ കിടക്കുന്നതാണോ നിങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഈസാ നബിയുടെ ഉപമ പറഞ്ഞു. അപ്പോഴാണ് അല്ലാഹു തആല അതിന് മറുപടിയായി പറഞ്ഞതാണ്, മാ ളറബൂഹു ലക ഇല്ലാ ജദല. അവർ തർക്കിക്കാൻ വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഈസാ നബി അലൈഹി ഇസ്ലാമിനെ എല്ലാം ഉപമ പറയുന്നത്. സത്യത്തിൽ എന്താണ് അവിടെ ഉദ്ദേശം? അവർക്ക് നന്നായിട്ടറിയാം ഈസാ നബി അലൈഹി ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലാണ്. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ഇബാദത്ത് ചെയ്യുന്നത് തൃപ്തിപ്പെട്ടിട്ടില്ല, അതിനെ എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവരുടെ വിഷയത്തിൽ അല്ലാഹു തആല പിന്നീട് ആയത്തിറക്കി, ഇന്നല്ലദീന സബഖത് ലഹും മിന്നൽ ഹുസ്ന ഉലൈക അൻഹാ മുബ്അദൂൻ. നമ്മുടെ മുൻപ് തന്നെ, അഥവാ അള്ളാഹുവിന്റെ ഖദറിൽ തന്നെ നന്മ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള അള്ളാഹുവിന്റെ റസൂലുകളും അതുപോലെയുള്ള സാലിഹ്യങ്ങളെല്ലാം അവർ സ്വർഗത്തിലാണ്. അവരെ ഇബാദത്ത് ചെയ്തു എന്നുള്ളത് കൊണ്ട് അവരെന്താകുന്നില്ല? നരകത്തിലാകുന്നില്ല. ഇവിടെ വിഷയം, ഇതുപോലെയുള്ള മുശ്രിക്കീങ്ങളും ബാക്കിയുള്ള ഏതു കൂട്ടരും എന്തെങ്കിലും ഒരു വിഷയം അവർ കൊണ്ടുവരുന്നത് അവരുടെ തർക്കത്തിന് വേണ്ടിയിട്ട് ന്യായീകരണത്തിനായിരിക്കും. അവർക്ക് അറിയാഞ്ഞിട്ടല്ല, തർക്കിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഖൗമിനെ, ഹിദായത്തിലായ ഒരു ഖൗമിനെ പിന്നീട് അവർ വലാലത്തിലാകുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രധാന കാരണം അവർ ജദലിൽ മുഴുകുക എന്നതാണ്. അതുകൊണ്ട് നാം അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് അകലേണ്ടതുണ്ട്. അടുത്ത ഹദീസ്, وعن عائشة رضي الله عنها قالت قال رسول الله صلى الله عليه وسلم إن أبغض الرجال إلى الله الألد الخصم متفق عليه. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അബ്ഗള റിജാലി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും വെറുക്കപ്പെട്ട, അല്ലാഹു ഏറ്റവും കോപമുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അൽ അലദ്ദു അൽ ഖസിമു. അലദ് എന്ന് പറഞ്ഞാൽ ഷദീദുൽ ഖുസൂമത്തി ബിൽ ബാത്തിൽ, ബാത്തിലിൽ പിടിവാശിക്കാരായി നിൽക്കുന്ന ആളുകൾ.
ബാത്തിലുമ തന്നെ ഉറച്ചു നിൽക്കുള്ളൂ. എന്ത് പറഞ്ഞാലും കേൾക്കാത്ത ബാത്തിൽ പിടിച്ചു നിൽക്കുന്ന ആളുകൾ. അൽ ഖസീം എന്ന് പറഞ്ഞാൽ അൽ ഹാദിഖ് ബിൽ ഖുസൂമ, ഈ തർക്കവും പിടിവാശിയും അതുപോലെയുള്ള കാര്യങ്ങളിൽ അതിയായ കഴിവുള്ളവൻ, കുതന്ത്രങ്ങൾ അറിയുന്നവൻ, അതിൽ ഭയങ്കര കഴിവുള്ളവൻ. അവൻ എങ്ങനെയെങ്കിലുമൊക്കെ ഹക്കാണെങ്കിലും അവന്റെ ബാത്തിലിനെ പറഞ്ഞ് ആളുകളെ തെറ്റിക്കുന്ന, ആ ബാത്തിലിനെ സ്ഥാപിക്കുന്ന, ഹക്കിനെ ഇല്ലാതാക്കുന്ന തരത്തിൽ തർക്കിക്കുന്ന ആളുകൾ. ഇങ്ങനെയുള്ള ആളുകളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും വെറുപ്പുള്ള, അള്ളാഹു തആല ഏറ്റവും കോപിക്കുന്ന ആളുകൾ എന്നുള്ളത്. കാരണം എന്താണ്? ഇതുപോലെയുള്ള ആളുകൾ ഉണ്ടായാൽ ഈ ജനങ്ങൾക്കിടയിൽ ഒരുപാട് ഫിത്നയാണ് ഉണ്ടാവുക. കാരണം ആ ഹക്ക് അറിഞ്ഞാലും ഈ ബാത്തിലിന്റെ ആളുകളുടെ സംസാരവും തർക്കം കൊണ്ട് അവർ ആ ബാത്തിൽ വീണു പോകും. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല അവരെ വളരെയധികം വെറുക്കുന്നു. അടുത്തൊരു അസർ, വഅൻ അബീ വാഇൽ അൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആയിരിക്കണം, റിവായത്തിൽ ആരാന്ന് കൊടുത്തിട്ടില്ല. ഖാല, അദ്ദേഹം പറഞ്ഞു, മൻ തലബൽ ഇൽമ ലിഅർബഇൻ ദഖല അന്നാർ, 4 കാര്യത്തിന് വേണ്ടി ഇൽമ നേടുന്നവൻ നരകത്തിൽ പ്രവേശിക്കും. ഒന്നാമത് പറഞ്ഞ ഹദീസിന്റെ അതേ ആശയം തന്നെ. ഔ നഫഹാദിഹി അൽ കലിമ, അതുപോലെ പറഞ്ഞിട്ട് പറഞ്ഞു, ലിയുബാഹിയ ബിഹിൽ ഉലമാ, ഉലമാക്കളുടെ മുമ്പിൽ പെരുമ നടിക്കാൻ, ഉലമാക്കളുടെ മുമ്പിൽ ഞാനൊരാളാണെന്ന് കാണിക്കാൻ വേണ്ടി. ഔ ലിയുമാരിയ ബിഹി സുഫഹാ, വിഡ്ഢികളോട് തർക്കിക്കാൻ, അവരോട് തർക്കിച്ച് അവരൊരു കുഴപ്പത്തിലാക്കാൻ. ഔ ലിയസ്രിഫ ബിഹി വുജൂഹൻ നാസ് ഇലൈഹി, ജനങ്ങളെ തന്നിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ട്. ഔ ലിയഖുദ ബിഹി മിനൽ ഉമറാ, റവാഹു ദാരിമി, ഉമറാക്കളുടെ അടുക്കൽ അവൻ എന്തെങ്കിലും നേട്ടം നേടാൻ വേണ്ടിയിട്ട്. ഒരാൾ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ ഒന്നാമത്തെ ഹദീസിൽ പറഞ്ഞു. 4ാമത്തെ കാര്യം, അമീറന്മാർ, പ്രത്യേകിച്ച് രാജാക്കന്മാർ, ഭരണാധികാരികൾ, അവരുടെ അടുക്കൽ അവരുടെ ഫത്വയുടെ ആളായിട്ട്, അവരുടെ ഖാളിമാരായിട്ട് ദുനിയാവ് നേടാനും അവരുടെ അടുക്കൽ മറ്റു കാര്യങ്ങളും നേടാൻ വേണ്ടി ഇൽമ നേടുന്ന ആളുകൾ. പണ്ട് കാലത്ത് അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. കാരണം ഇൽമ നേടി ഖാളിയാവുക എന്ന് പറഞ്ഞാൽ വളരെയധികം വരുമാനം ലഭിക്കുന്ന, വളരെയധികം സ്ഥാനമുള്ള ഒരു കാര്യമായിരുന്നു അന്ന് കാലത്ത്. അപ്പൊ അങ്ങനെ ഒരു ലക്ഷ്യം മാത്രം വെച്ചിട്ട് ഇൽമ നേടുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഇൽമ നേടുന്നത് എങ്കിൽ അവന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നരകപ്രവേശനമാണ്. നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ആശയത്തിൽ ഈ സഹാബി അത് വിശദീകരിക്കുകയാണ് എന്ന് മാത്രം. അടുത്തൊരു അസർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റേതാണ്. ഒരു പണ്ഡിതൻ, ഒരു ആലിം, യഥാർത്ഥത്തിൽ അവനുണ്ടാവേണ്ട ഗുണം, അവൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് പറയുന്നതാണ്. വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല ലിഖൗമിൻ സമിഅഹും യതമാറൂന ഫിദ്ദീൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു കൂട്ടരെ പറ്റി കേട്ടു, ദീനിന്റെ വിഷയത്തിൽ വെറുതെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടിരിക്കുന്ന, ദീനിന്റെ വിഷയത്തിൽ അനാവശ്യമായിട്ടുള്ള, ഇൽമിയായിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കാനുള്ള പഠനത്തിനെയോ ഗവേഷണത്തിനെയോ അല്ല പറയുന്നത്, അതിന്റെ ഒന്നും ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ വെറുതെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ പറ്റി കേട്ടപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമാ അലിംതും അന്ന ലില്ലാഹി ഇബാദൻ, നിങ്ങൾക്കറിയുമോ, നിങ്ങൾക്കറിയില്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ചില അടിമകളുണ്ട്. അസ്കനത്ഹും ഖശിയത്തുല്ലാഹി മിൻ ഗൈരി സമമിൻ വലാ ബക്മിൻ, അവർ നിശബ്ദരാണ്, അവർക്ക് സംസാരിക്കാൻ കഴിയാത്തോണ്ടോ കേൾവില്ലാത്തോണ്ടോ അല്ല, അള്ളാഹുവിന്റെ ഖശിയത്ത് കൊണ്ട് മാത്രം നിശബ്ദരായ ആളുകൾ. വഇന്നഹും ലഹും വൽ ഉലമാഅഹു വൽ ഫുസഹാഹു വത്തുലഖാഹു വന്നുബലാ, അവർ പണ്ഡിതന്മാരുണ്ട്, അതുപോലെ തന്നെ അതീവ വാക്ചാതുര്യമുള്ളവരുണ്ട്, അതുപോലെ അതീവ വിനയാന്വിതരായിട്ടുള്ള ബുദ്ധിമാന്മാരായ ആളുകൾ. അൽ ഉലമാഉ ബി അയ്യാമില്ലാ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഉലമാക്കളായിട്ടുള്ള, അള്ളാഹുവിന്റെ അനുഗ്രഹം നിറഞ്ഞ പണ്ഡിതന്മാർ. غير أنهم إذا تذكروا عظمة الله طاشت عقولهم, അവരുടെ അടുക്കൽ അള്ളാഹുവിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ അവർ അള്ളാഹുവിനെ കുറിച്ച് ഓർത്താൽ, അള്ളാഹുവിന്റെ മഹത്വത്തെ കുറിച്ച് ഓർമ്മിപ്പിച്ചാൽ അവരുടെ ബുദ്ധി വളരെ ലോലമാകുന്ന അവസ്ഥയുണ്ടാവും, അത് ഭയപ്പെടുന്ന അവസ്ഥയുണ്ടാവും. വൻകസറത് ഖുലൂബുഹും, അവരുടെ കൽബുകൾ പൊട്ടിത്തകരും. വൻഖതഅത് അൽസിനതുഹും, അവരുടെ നാവുകൾ ഒന്നും പറയാൻ സാധിക്കാത്ത രീതിയിൽ സ്തംഭിച്ചു പോകും. ഹത്താ ഇദ ഇസ്തഫാഖു മിൻ ദാലിക, അതിൽ നിന്ന് അവർക്ക് വീണ്ടും ഒരു തൗഫീഖ് ലഭിച്ചാൽ, വീണ്ടും നല്ലൊരു അവസ്ഥയിലേക്ക് എത്തിയാൽ, തസാറഉ ഇലല്ലാഹി ബിൽ അഅമാലി സാക്കിയ, നല്ല പരിശുദ്ധമായ കർമ്മങ്ങൾ കൊണ്ട് അവർ അല്ലാഹുവിലേക്ക് മുന്നിടും, അവർ അല്ലാഹുവിലേക്ക് അടുക്കും. യഥാർത്ഥ പണ്ഡിതന്മാരുടെ ഗുണം പറയാണ്, യഉദ്ദൂന അൻഫുസഹും മഅൽ മുഫരിത്തീൻ, അവർ സ്വന്തത്തെ പരിഗണിക്കുക, അവർ ചെയ്യേണ്ട മുറപ്രകാരം കാര്യങ്ങൾ ചെയ്തിട്ടില്ല, കുറവുള്ളവരാണ് എന്ന രീതിയിലായിരിക്കും. വഇന്നഹും ലഅകിയാസുൻ അഖ്വിയ, അവരാണ് ബുദ്ധിമാന്മാർ, അവരാണ് ശക്തരായിട്ടുള്ളവർ. വമഅദ്ദാലീനൽ ഖത്താഈൻ വൽ ഖത്താഈൻ, പഴച്ചു പോകുന്ന, അബദ്ധങ്ങൾ പാപങ്ങളിൽ പോകുന്ന ആളുകളുടെ ഇടയിൽ ഏറ്റവും ബുദ്ധിമാന്മാരായിട്ടുള്ളവർ.
വഇന്നഹും ലഅബ്റാറുൻ ബുറാ, അവരാണ് പുണ്യം ചെയ്യുന്നവർ, തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുന്നവർ. അലാ ഇന്നഹും ലാ യസ്തഗ്ഫിറൂന ലഹുൽ കസീർ, അവര് ധാരാളം കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് അവരൊരു കൂടുതലായിട്ട് അവർ കാണുന്നില്ല. വലാ യർളൗന ലഹു ബിൽ ഖലീൽ, അവർ കുറഞ്ഞു പോയാൽ, കർമ്മങ്ങളിൽ കുറഞ്ഞാൽ അവരതിൽ തൃപ്തിപ്പെടുകയുമില്ല. വലാ യുദില്ലൂന അലൈഹിം ബിഅമാലിഹിം, ഈ കർമ്മങ്ങളെ കൊണ്ട് അവർ അറിയപ്പെടുകയുമില്ല. ഹൈസുമാ ലഖീതഹും മുഹ്തമ്മൂന മുശ്ഫിഖൂന വജിലൂന ഖായിഫൂൻ, റവാഹു അബൂ നുഐം ഫി ഹില്യത്തുൽ ഔലിയയിലെ ഒരു അസറാണ്. അവരെ കണ്ടുമുട്ടിയാൽ അവർ വളരെ ചിന്താകുലരായിട്ട്, ഭയപ്പെടുന്ന, ഹൃദയം പേടിച്ചു വറക്കുന്ന അവസ്ഥയിലുള്ള ആളുകളായിട്ട്. ഇതാണ് പണ്ഡിതന്മാർ, ഇതാണ് ഇൽമുള്ളവർ. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഹൃദയങ്ങൾ പേടിക്കുന്നവർ. അതാണ് യഥാർത്ഥ ഇൽമ് എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഒരുപാട് തർക്കത്തിൽ മുഴുകുന്ന, ഒരുപാട് വാക്ചാതുര്യമുള്ള ആളുകളല്ല. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ. ഇൽമിന്റെ ഉന്നതി എന്ന് പറഞ്ഞാൽ ഖശ്യത്താണ്. ഇൽമു കൊണ്ട് നാം നേടിയെടുക്കേണ്ടത് ഖശ്യത്താണ്. ഇൽമു കൊണ്ട് ഒരുത്തന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഖശ്യത്ത് ലഭിച്ചിട്ടില്ല എങ്കിൽ അവന്റെ ഇൽമു കൊണ്ട് യാതൊരു കാര്യവുമില്ല. അവന് അള്ളാഹുവിനെ കുറിച്ച് അറിയാനും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാനും സാധിച്ചിട്ടില്ല എങ്കിൽ അത് അവന് നഷ്ടം മാത്രമാണ് ഉണ്ടാവുക. ഒരു ആലിം എന്ന് പറഞ്ഞാൽ ഈ ഗുണങ്ങളുള്ളവനായിരിക്കണം. അവന്റെ കർമ്മങ്ങളുടെ ആധിക്യം ഒരിക്കലും അവനെ അത്ഭുതപ്പെടുത്തില്ല. അവന്റെ കർമ്മങ്ങളുടെ കുറവിൽ അവൻ തൃപ്തിപ്പെടുകയുമില്ല. അള്ളാഹുവിലേക്ക് മുന്നിട്ടുകൊണ്ടേയിരിക്കും. അള്ളാഹുവിനെ കുറിച്ചോർത്ത് ഭയപ്പെടുന്നവർ, അള്ളാഹുവിനെ കുറിച്ച് ചിന്തയിൽ മുഴുകുന്നവർ, അവരാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ഇൽമുള്ളവർ, ദീനിന്റെ ഉലമാക്കൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞ വിഷയം എന്താണ്? ത്വലബുൽ ഇൽമിൽ മറ്റുള്ളവർ കാണാൻ വേണ്ടി, കേൾക്കാൻ വേണ്ടി, തർക്കിക്കാൻ വേണ്ടി ഇൽമു നേടുക എന്നുള്ളതിന്റെ ഗൗരവം പറഞ്ഞു. അതേപോലെ യഥാർത്ഥ പണ്ഡിതന്മാർക്കുണ്ടായിരിക്കേണ്ട, മുത്തഖീങ്ങളായിട്ടുള്ള ഉലമാക്കൾക്കുണ്ടായിരിക്കേണ്ട ഗുണവും ഇവിടെ പറഞ്ഞു. അതുകൊണ്ട് നാം ആ രീതിയിലായിരിക്കണം നാം മാറേണ്ടത്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന പണ്ഡിതന്മാരായിട്ടാണ് നാം മാറേണ്ടത്. അടുത്തൊരു അസർ ഈ ബാബയിലെ قال الحسن البصري رحمه الله وسمع قوما يتجادلون. ഹസൻ അൽ ബസ്രി ഒരിക്കലും ജനതയെ പറ്റി കേട്ടു, വെറുതെ തർക്കിച്ചിറക്കുന്ന ആളുകൾ. അപ്പോ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയാണ്, ഹഉലാഇ ഖൗമുൻ മല്ലു അൽ ഇബാദ വഖഫ അലൈഹിം അൽ ഖൗൽ വഖല്ല വറഉഹും ഫതകല്ലമു. ഹഉലാഇ ഖൗമുൻ, ഇക്കൂട്ടർ, മല്ലു അൽ ഇബാദ, ഇബാദത്ത് അവർക്ക് ഭാരമായിട്ടുണ്ട്. ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് അവർക്ക് ഭാരമായിട്ടുള്ള, അതുകൊണ്ട് ക്ഷീണമായിട്ടുള്ള, അതുകൊണ്ട് മടുപ്പനുഭവിച്ചിരിക്കുന്ന ഒരു ഖൗമാണ്. വഖഫ അലൈഹിമിൽ ഖൗൽ, സംസാരം എന്നുള്ള അവർക്ക് ഭാരം കുറഞ്ഞൊരു കാര്യമാണ്. വെറുതെ തർക്കിക്കുക എന്നുള്ളത് വലിയ പണിയില്ലാത്ത കാര്യമാണല്ലോ. അതുകൊണ്ട് അതവർക്ക് എളുപ്പമുള്ള കാര്യമാണ്, അതവർക്ക് വലിയ ബുദ്ധിമുട്ടില്ല. വഖല്ല വറഉഹും, അവരുടെ വറഅ് വളരെ കുറവാണ്. വറഅ് എന്ന് പറഞ്ഞാൽ ശുഭഹത്തായ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നത്. 3 ദറജയാണുള്ളത്. ഒന്നാമത്തെ തഖ്വ, ഹലാലുകൾ ചെയ്യുകയും ഹറാമുകൾ പൂർണ്ണമായി ഒഴിവാക്കുകയും ചെയ്യുന്നവർ. രണ്ടാമത്തേത് വറഅ്. വറഅ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹറാമുകൾ മാത്രമല്ല ശുഭഹത്തുള്ള കാര്യങ്ങൾ കൂടി ഒഴിവാക്കും. മൂന്നാമത്തേത് സുഹദ്. സുഹദ് എന്ന് പറഞ്ഞാൽ പരലോകത്തിലേക്ക് ഉപകാരമുള്ള കാര്യങ്ങളിൽ മാത്രം മുഴുകുന്നവർ. ഈ 3 ദറജയിലാണ്. വറഅ് പൊതുവെ ഒറ്റയ്ക്ക് ഉപയോഗിക്കുമ്പോൾ സുഹദും വറവും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ആ രീതിയിലൊന്നുമില്ല. സംശയമുള്ള കാര്യങ്ങളെയോ തിന്മയിൽ അകപ്പെടുമെന്നോ ഭയമൊന്നുമില്ല. ഫതകല്ലമു, അവർ സംസാരിച്ചു കൊണ്ടേയിരിക്കും. അവര് ഈ ജദലിൽ പരസ്പരം തർക്കിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഇൽമു നേടുന്നുണ്ടെങ്കിൽ ഇതുപോലെ ആകാനല്ല, ഇതുപോലെ തർക്കിക്കാനോ അല്ലെങ്കിൽ അനാവശ്യമായ കാര്യങ്ങളോ മുഴുകാനോ അല്ല. അള്ളാഹുവിന്റെ വജ്ഹ് പ്രതീക്ഷിച്ച് അള്ളാഹുവിലേക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, നമ്മുടെ കർമ്മങ്ങളെ ഇഖ്ലാസുള്ളതാക്കാൻ, അള്ളാഹുവിലേക്ക് അടുക്കാൻ, ഇതായിരിക്കണം നാം ഇൽമു നേടുന്നതിന്റെ ലക്ഷ്യം. നാം ഇൽമു നേടുന്നതിന്റെ ലക്ഷ്യം അതിനായിരിക്കണം. അതിനുവേണ്ടിയായിരിക്കണം നാം ഇൽമു നേടേണ്ടത്. അതല്ലാത്ത ലക്ഷ്യങ്ങൾ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നാം ദീനിൽ നിന്ന് തെറ്റിപ്പോകുന്ന അവസ്ഥയാവും ഉണ്ടാവുക. ഇൻഷാ അല്ലാഹ് ഈ കിതാബിലെ അവസാനത്തെ ബാബാണ് നമുക്ക് വായിക്കുന്നത്. ഇന്ന് നമുക്ക് ഈ കിതാബ് അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. വബില്ലാഹി തൗഫീഖ്. ബാബു അത്തജവ്വുസ് ഫിൽ ഖൗലി വതർക്കി തകല്ലുഫി വതനത്തുഅ. സംസാരത്തിൽ കുറവ് വരുത്തലും അതുപോലെ തന്നെ അനാവശ്യമായി സംസാരിക്കുന്ന, വളരെയധികം ഒരു കാര്യമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്ന വിഷയങ്ങളെ ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ള ബാബാണ് ഇതിൽ പറയുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൽമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് ജദലും അനാവശ്യമായ സംസാരങ്ങളും ഇതെല്ലാം ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയും അതുപോലെ തന്നെ മുൻഗാമികളായിട്ടുള്ള സലഫുകളുടെ ഇൽമിന്റെ രീതിയും എന്താണ്? അവരുടെ സംസാരം കുറവായിരുന്നു, ഫായിദ കൂടുതലായിരുന്നു. ഖലഫുകളിൽ എന്ത് സംഭവിച്ചു? സംസാരം കൂടുതലും ഫായിദ കുറവുമായി മാറി.
അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുടെയും മുൻഗാമികളായ സലഫുകളുടെയും രീതി എന്ന് പറഞ്ഞാൽ ഉപകാരപ്രദമായ കാര്യങ്ങളായിരുന്നു അവർ സംസാരിച്ചിരുന്നത്. അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് അവരകന്നു നിൽക്കുമായിരുന്നു. ഈ ബാബിലെ ഹദീസുകൾ വഅൻ അബി ഉമാമത റളിയല്ലാഹു അൻഹു മർഫൂഅൻ അൽ ഹയാഉ വൽ ഇയ്യു ശുഅബതാൻ മിനൽ ഈമാൻ വൽ ബദാഉ വൽ ബയാനു ശുഅബതാൻ മിനൻ നിഫാഖ് റവാഹു തിർമിദി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് കാണാം, അൽ ഹയാഉ വൽ ഇയ്യു. ഹയാ എന്ന് പറഞ്ഞാൽ ലജ്ജ, മാച്ചമായ കാര്യങ്ങളോട് നമുക്ക് കൽബിൽ ഉണ്ടാകുന്ന ലജ്ജ, ഒരകൽച്ച. വൽ ഇയ്യു എന്ന് പറഞ്ഞാൽ നിശബ്ദത അഥവാ അമിതമായ സംസാരം ഇല്ലാത്ത അവസ്ഥ. ഈ രണ്ട് കാര്യങ്ങൾ ശുഅബതാൻ മിനൽ ഈമാൻ, ഈമാനിന്റെ രണ്ട് ശാഖകളാണ്. ഈമാനിന്റെ ഭാഗങ്ങളാണ് ലജ്ജയുണ്ടാകലും അനാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കാതെ ആവശ്യമായ കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളത്. നമുക്കറിയാം, ഹയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഈമാനാണ്, മുഴുവനും ഈമാനാണ്. അതുകൊണ്ട് ഗുണമല്ലാതെ മറ്റൊന്നുമില്ല, ഖൈറല്ലാതെ ഒന്നും ഉണ്ടാവില്ല. അത്രയും മഹത്തരമായിട്ടുള്ള കാര്യമാണ് ഹയാ. കൽബിന്റെ ഹയാത്താണ് ഹയാ എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഈമാന്റെ ലക്ഷണമാണ്. എന്നിട്ട് പറഞ്ഞു വൽ ബദാഉ വൽ ബയാനു ശുഅബതാൻ മിനൻ നിഫാഖ്. ബദാ എന്ന് പറഞ്ഞാൽ ഹയാഇന്റെ നേരെതിര്, ലജ്ജയില്ലാത്ത ഫഹ്ഷ്യത്തുകൾ വിളിച്ചു പറയുന്ന, ഫഹ്ഷ്യത്തുകൾ പ്രചരിപ്പിക്കുന്ന ഒരവസ്ഥ. അത് മുനാഫിഖുകളുടെ ലക്ഷണമായിട്ട് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അഹ്സാബിൽ വല്ലദീന യുദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ബിഗൈരി മക്തസബു ഫഖദ് ഇഹ്തമലു ബുഹ്താനൻ വ ഇസ്മൻ മുബീന. മുഅ്മിനീങ്ങളെ ഉപദ്രവിക്കുന്ന, അതുപോലെ മ്ലേച്ഛതകൾ പ്രചരിപ്പിക്കുന്ന നിഫാഖിന്റെ ലക്ഷണമാണത്. വൽ ബയാൻ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശം അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളും സുദീർഘിച്ചിട്ടുള്ള സംസാരങ്ങളും, ഒരാവശ്യവുമില്ലാത്ത നേരത്തെ പറഞ്ഞ പോലെ തർക്കങ്ങളിലും അതുപോലെ സംസാരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ശുഅബതാൻ മിനൻ നിഫാഖ്, നിഫാഖിന്റെ ലക്ഷണങ്ങളാണ്, ശാഖകളാണ് എന്നുള്ളത്. അതായത് ഒരാവശ്യമില്ലാത്ത രീതിയിൽ ആളുകൾക്കിടയിൽ സംസാരിച്ചുകൊണ്ട്, ആളുകൾക്കിടയിൽ സംസാരത്തിൽ മുഴുകിക്കൊണ്ട് ആ രീതിയിൽ ഉണ്ടാകുന്ന, അവന്റെ സംസാരം വളരെ നല്ലതാണ് അല്ലെങ്കിൽ വളരെ ആളുകൾ ആകർഷിക്കുന്നതാണ്, ഈ നിലയ്ക്കെല്ലാം സംസാരിച്ച് അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ തർക്കിച്ച് ഏത് രീതിയിലും സംസാരങ്ങൾ വർദ്ധിപ്പിക്കുന്നത് നിഫാഖിന്റെ ലക്ഷണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു. അടുത്ത ഹദീസ് وعن أبي ثعلبة رضي الله عنه أن رسول الله صلى الله عليه وسلم قال إن أحبكم إلي وأقربكم مني يوم القيامة أحاسنكم أخلاقا وإن أبغضكم إلي وأبعدكم مني مساوئكم أخلاقا الثرثارون المتشدقون المتفيهقون رواه البيهقي في شعب الإيمان. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന അഹബ്ബകും ഇലയ്യ വഅഖറബകും മിന്നി യൗമൽ ഖിയാമ. എന്നിലേക്ക് അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും അടുക്കുന്നതും അഹാസിനുക്കും അഖ്ലാഖ, നല്ല സൽസ്വഭാവികളാണ്, നല്ല സ്വഭാവമുള്ളവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ പറ്റി അല്ലാഹു തആല പറഞ്ഞതാണ് വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. അതുപോലെ തന്നെ ഏറ്റവും നല്ല ഉത്തമമായ സ്വഭാവത്തിന്റെ ഉടമയാണ് താങ്കൾ എന്ന്. അതുപോലെ തന്നെ നാളെ സ്വർഗത്തിലേക്ക് ഏറ്റവും അധികം ആളുകളെ പ്രവേശിപ്പിക്കുന്ന കാര്യം അത്തഖ്വ വ ഹുസ്നുൽ ഖുലുഖ്. അതുപോലെ ഈമാനിനെ മനസ്സിലാക്കാനുള്ള അളവുകോൽ ഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവമാണ്. ഒരു മുഅ്മിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവൻ പരിശീലിപ്പിച്ചെടുക്കുന്ന വളരെയധികം മഹത്തരായിരിക്കും. നമ്മൾക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ നിറഞ്ഞ് നമ്മുടെ ഈമാൻ കുറയുന്ന സന്ദർഭത്തിൽ നമ്മുടെ സ്വഭാവം ഏറ്റവും മോശമായിട്ട് മാറും. എന്നാൽ നന്മകൾ ചെയ്ത് അള്ളാഹുലേക്ക് അടുക്കുന്ന സമയത്തോ നമ്മുടെ സ്വഭാവം നന്നാവുകയും ചെയ്യും. ഈമാനിന്റെ ഭാഗമാണ് സൽസ്വഭാവം എന്നുള്ളത്. അപ്പൊ ഈ ഹദീസിൽ റസൂലുള്ളാഹി പറയാണ്, റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടം അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമുള്ളതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും അടുക്കുന്നവരും സൽസ്വഭാവികളായിരിക്കും. എന്നിട്ട് പറഞ്ഞു, വഇന്ന അബ്ഗളകും ഇലയ്യ വഅബ്അദകും മിന്നി. എനിക്ക് ഏറ്റവും വെറുപ്പുള്ളതും ദുനിയാവിലെ ഏറ്റവും വെറുപ്പുള്ളതും നാളെ പരലോകത്ത് എന്നിൽ നിന്ന് ഏറ്റവും അകറ്റപ്പെടുന്നവരും മസാവിയുക്കും അഖ്ലാഖ, ഏറ്റവും മോശപ്പെട്ട സ്വഭാവമുള്ളവരാണ്, മോശപ്പെട്ട ചീത്ത സ്വഭാവമുള്ളവരാണ്. എന്നിട്ട് അവരുടെ സ്വഭാവത്തിന്റെ ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. അസ്സർസാറൂൻ എന്ന് പറഞ്ഞാൽ അല്ലദീന യുക്സിറൂനൽ കലാമ തകല്ലുഫൻ വഖുറൂജൻ അനിൽ ഹഖ്, ഹഖല്ലാത്ത രീതിയിലും
അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംസാരിച്ച് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ധാരാളമായി അനാവശ്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഹക്കല്ലാത്ത ബാത്തിലിൽ. വൽ മുതശദ്ദിഖൂൻ, മുതശദ്ദിഖൂൻ എന്ന് പറഞ്ഞാൽ വഹുമുൽ മുതവസ്സിഊന ഫിൽ കലാമി മിൻ ഗൈരി ഇഹ്തിറാസിൻ വ ഇഹ്തിയാത്ത്, ഒരു സൂക്ഷ്മതയില്ലാത്ത തോന്നിയ പോലെ സംസാരിക്കുന്ന ആളുകൾ. അതുപോലെ തന്നെ മുതഫൈഹിഖൂൻ എന്ന് പറഞ്ഞാൽ തഅദ്ദുമൻ വ ഇജാബൻ, അവർ സംസാരിക്കുന്നത് സ്വന്തത്തെ അത്ഭുതം കൂടിയിട്ട് കിബിറോട് കൂടിയിട്ട് ആ രീതിയിലായിരിക്കും അവരുടെ സംസാരങ്ങൾ ഉണ്ടാവുക. കിബിർ കാണിക്കാൻ വേണ്ടി സംസാരിക്കുന്ന ആളുകൾ, പിന്നെ പൊങ്ങച്ചം നടിക്കുന്ന അതുപോലെയുള്ള ആളുകൾ. ഈ കൂട്ടറാണ് മോശപ്പെട്ട സ്വഭാവത്തിന്റെ ലക്ഷണങ്ങളായിട്ട് പറഞ്ഞു ഏറ്റവും അകറ്റപ്പെടുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അകറ്റപ്പെടുന്ന ആളുകളുമായിരിക്കും ഇവർ. അടുത്ത ഒരു ഹദീസ്, وعن سعد بن أبي وقاص رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا تقوم الساعة حتى يخرج قوم يأكلون بألسنتهم كما تأكل البقر بألسنتها رواه أحمد وأبو داود والترمذي. رسول الله صلى الله عليه وسلم പറയാണ് لا تقوم الساعة, അന്ത്യനാൾ സംഭവിക്കുകയില്ല, حتى يخرج قوم, ഒരു ജനത പുറപ്പെടാതെ അല്ലെങ്കിൽ ഒരു ജനത വരാതെ, യഅ്കുലൂന ബിഅൽസിനതിഹിം, അവരവരുടെ നാവ് കൊണ്ട് ഭക്ഷിക്കും. ഇവിടെ ഉദ്ദേശം സംസാരമാണ്. കമാ തഅ്കുലുൽ ബഖറു ബിഅൽസിനതിഹാ, പശുക്കൾ അവരുടെ നാവ് കൊണ്ട് തിന്നുന്നത് പോലെ. ഇവിടെ ഉദ്ദേശം മറ്റുള്ള ആളുകളെ പുകഴ്ത്തിയിട്ടും മദ്ഹ് ചെയ്തിട്ടും ആളുകളെ പൊക്കി പറഞ്ഞ് പ്രത്യേകിച്ച് ഉമറാക്കളെയും അതുപോലെ മുലൂക്കുകൾ രാജാക്കന്മാരെയും പൊക്കി പറഞ്ഞ് അവരിൽ നിന്ന് എന്തെങ്കിലും നേട്ടങ്ങൾ ലഭിക്കാൻ വേണ്ടി ഇല്ലാത്ത മദ്ഹ് ചെയ്യുന്ന ആളുകൾ, ഇല്ലാത്ത സനാഅ് ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു ഉപമ പറഞ്ഞത് പശുക്കൾ നാവ് കൊണ്ട് തിന്നുന്ന പോലെയാണ്. ഒരു നാവ് കൊണ്ട് തിന്നാൻ ഉദ്ദേശം എങ്ങനെയാണ്? ആളുകൾ എങ്ങനെ സുഖിപ്പിക്കുക, നമ്മളെ ഭാഷയിലൊക്കെ വാര്യ കോര എന്നൊക്കെ പറയില്ല സംസാരിച്ചിട്ട്, അതുപോലെയാണ്. അതായത് പശുവിനെ ഇവിടെ ഉപമ പറയാനുള്ള കാരണം മറ്റുള്ള ബഹായിമുകൾ, ജന്തുക്കൾ എന്ന് പറഞ്ഞാൽ അവര് പല്ലുകൊണ്ടാണ് അവരുടെ ഭക്ഷണം ഈ പുല്ലുകളൊക്കെ കടിച്ചെടുക്കുക. എന്നാൽ പശു എന്ന് പറഞ്ഞാൽ അവർ ഒരുമിച്ചെടുക്കുന്നത് നാവ് കൊണ്ടായിരിക്കും. അപ്പൊ അതുപോലെ ആളുകളോട് സംസാരിച്ച് ആളുകളെ സുഖിപ്പിച്ച് മദ്ഹ് ചെയ്യുന്ന ആളുകൾ, അതുപോലൊരു ജനത വരാതെ, അതുപോലൊരു ആളുകൾ വരാതെ അന്ത്യനാൾ സംഭവിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ ഗൗരവമാണ്. നാം എത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാവിന്റെ വിഷയത്തിൽ, സംസാരത്തിന്റെ വിഷയത്തിൽ, ഹക്ക് പറയുന്ന വിഷയത്തിൽ ഈ കൂട്ടർക്ക് എന്തില്ല, ഹക്കും ബാത്തിലോ ഹലാലോ ഹറാമോ ഒന്നും ഉണ്ടാവൂല. അപ്പൊ ആ രീതിയിലല്ല നമ്മുടെ സംസാരങ്ങൾ ഉണ്ടാവേണ്ടത്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന രീതിയിലായിരിക്കണം. അടുത്ത ഹദീസ്, وعن عبد الله بن عمرو رضي الله عنهما مرفوعا إن الله يبغض البليع من الرجال الذي يتخلل بلسانه كما تتخلل البقرة بلسانها. إن الله يبغض, الله تعالى വെറുക്കുന്നു, البليغ من الرجال, പുരുഷന്മാരിൽ അല്ലെങ്കിൽ ആളുകളിൽ. പിന്നെ ബലീഗ് എന്ന് പറഞ്ഞാൽ വളരെയധികം പിന്നെ സംസാരിക്കുന്ന, അല്ലെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ ഭാഷകൾ ഉപയോഗിച്ച് സംസാരിക്കുന്ന, അങ്ങനത്തെ രീതിയിൽ സംസാരിക്കുന്ന ആളുകൾ. അല്ലദീ യതഖല്ലലു ബിലിസാനിഹി കമാ തതഖല്ലലുൽ ബഖറതു ബിലിസാനിഹാ, പശു നാവിട്ടടിക്കുന്നത് പോലെ അവർ നാവിട്ടിട്ട് ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്ന ആളുകൾ. ഇവിടെ ബലീഗ് എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ ഒരു കാര്യം വളരെ പിന്നെ സാഹിത്യപരമായിട്ട് എന്നോ അല്ലെങ്കിൽ ഭാഷകളുടെ എന്തെങ്കിലും കഴിവ് ഉപയോഗിച്ച് വിശദീകരിക്കുന്ന പറയുന്ന അവസ്ഥയാണ്. എന്നാൽ ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു മേഖലയുണ്ട്. നല്ല രീതിയിൽ ആളുകൾക്ക് ഹക്ക് എത്തിച്ചു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും ഉപയോഗിക്കാം. ഇവിടെ ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ, കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ, ആളുകളെ സുഖിപ്പിക്കാൻ വേണ്ടി, ആളുകളെ മദ്ഹ് പറഞ്ഞ് അതുപോലെ തന്നെ ബാത്തിലിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഈ രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളാണ്. അത് വളരെയധികം അപകടം പിടിച്ചതാണ്. അതിന്റെ ഗൗരവം ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു തആല വെറുക്കുന്നു അവരെ. അടുത്തൊരു അസർ, ഹദീസ്, وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من تعلم صرف الكلام ليسبي به قلوب الرجال أو الناس لم يقبل الله منه يوم القيامة صرفا ولا عدلا رواه أبو داود. മൻ തഅല്ലമ സർഫൽ കലാം, ആരാണോ സംസാരത്തിന്റെ ഒരു സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ സംസാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും നല്ല രീതിയിൽ സംസാരിക്കാനും ആളുകളെ ആകർഷിക്കാൻ രീതിയിലുള്ള ആ ഒരു മേഖല അത് പഠിക്കുന്നത്, ലിയസ്ബിയ ബിഹി ഖുലൂബർ റിജാലി അവിൻ നാസി,
ജനങ്ങളെ അവനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട്. അവന്റെ സംസാര ആ വാക്ചാതുര്യം കൊണ്ട് ജനങ്ങളെ അവനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ആരാണോ അത് പഠിക്കുന്നത്, ലം യഖ്ബലില്ലാഹു മിൻഹു യൗമൽ ഖിയാമത്തി സർഫൻ വലാ അദ്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് അവനിൽ നിന്ന് സ്വീകരിക്കുകയില്ല. സർഫ് എന്നുകൊണ്ട് ഉദ്ദേശം നിർബന്ധമായിട്ടുള്ള കർമ്മങ്ങൾ, അവന്റെ തൗബ അതുപോലെയുള്ളത് സ്വീകരിക്കില്ല. വലാ അദ്ലൻ, അദ്ൽ എന്ന് പറഞ്ഞാൽ ഐശികമായിട്ടുള്ള നഫ്ലുകളായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കുകയില്ല. ഇവിടെ പല ആളുകളും സംസാരിക്കാൻ, ചിലപ്പോൾ ഇന്നത്തെ ബാത്തിലിന്റെ ആളുകൾ തന്നെ, ഇസ്ലാമിനകത്ത് ബാത്തിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾ തന്നെ സംസാര വൈഭവം വർദ്ധിപ്പിക്കാൻ വേണ്ടി പഠിക്കുന്ന കാണാം. അവർ സുദീർഘമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കും. അവർ പാട്ട് പാടുന്ന പോലെ പ്രസംഗിക്കും, ആളുകളെ ആകർഷിപ്പിച്ചുകൊണ്ട് പ്രസംഗിക്കും, പല രീതിയിൽ അവർ ചെയ്യുന്നത് കാണാൻ സാധിക്കും. അത് അവര് എന്ത് ലക്ഷ്യത്തിനാണോ അത് ചെയ്യുന്നത്, അത് അവരിലേക്ക് ജനങ്ങളെ അടുപ്പിക്കാൻ അല്ലെങ്കിൽ ജനങ്ങളെ ആകർഷിക്കാൻ, ഈ രീതിയിലുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് എങ്കിൽ അതിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നാളെ പരലോകത്ത് അവന്റെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാത്ത ഒരവസ്ഥയിലേക്ക് അതെത്തിക്കും. അവന്റെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാത്ത, നിർബന്ധമായതും അതുപോലെ തന്നെ ഐച്ഛികമായതും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാത്ത ഒരവസ്ഥയാണ് ഉണ്ടാവുക എന്ന് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മള് സംസാരം, ഈ ഒരു കഴിവ് നല്ലതിന് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ്. അള്ളാഹുവിന്റെ ദീനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി, ആളുകളെ ദീന് പഠിപ്പിക്കാൻ വേണ്ടി ആ രീതിയിൽ ഉപയോഗിക്കുന്നതാണെങ്കിൽ നല്ലതാണ്. പക്ഷെ അതല്ലാത്ത രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളത് അവന്റെ പരലോകം നശിപ്പിച്ചു കളയും. അടുത്ത ഒരു ഹദീസ്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന കലാമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസ്ലൻ യഫ്ഹമുഹു കുല്ലു മൻ യസ്മഉഹു വഖാലത് കാന യുഹദ്ദിസുനാ ഹദീസൻ ലൗ അദ്ദഹു അൽആദു ലഅഹ്സാഹു وقالت إنه لم يكن يسرد الحديث كسردكم رواه أبو داود بعضه. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം എങ്ങനെയായിരുന്നു എന്ന് പറയുകയാണ്. കാന കലാമു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസ്ലൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരം എന്ന് പറഞ്ഞാൽ ഓരോ ഇടവിട്ട് കൃത്യമായ രീതിയിലായിരുന്നു. യഫ്ഹമുഹു കുല്ലു മൻ യസ്മഉഹു, കേൾക്കുന്ന ഏതൊരാൾക്കും അത് മനസ്സിലാക്കാൻ പറ്റും. കേൾക്കുന്ന ഏതൊരാൾക്കും കൃത്യമായി മനസ്സിലാക്കാവുന്ന രീതിയിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിരുന്നത്. കാന യുഹദ്ദിസുനാ ഹദീസൻ ലൗ അദ്ദഹു അൽആദു ലഅഹ്സാഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരം ഒരാൾ ഇങ്ങനെ എണ്ണി തിട്ടപ്പെടുത്താന്ന് വിചാരിക്കുക, ഓരോ വാക്കുകളോ മറ്റോ ഇങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തുകയാണെങ്കിൽ അയാൾക്ക് അത് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുമായിരുന്നു. ഇന്നഹു ലം യകുൻ യസ്റുദുൽ ഹദീസ കസർദിക്കും, നിങ്ങൾ ഇങ്ങനെ തുടരെ പറയുന്നത് പോലെ റസൂലുള്ള തുടരെയായിട്ട് ആളുകൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ടായിരുന്നില്ല എന്നുള്ളത്. അതായത് സംസാരത്തിന്റെ ഒരു മര്യാദയാണ് ഇവിടെ പറയുന്നത്. ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ ആ സംസാരിക്കുന്നത് കേൾക്കുന്ന ആളുകൾക്ക് വ്യക്തമായിരിക്കണം, മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണം. പ്രത്യേകിച്ച് ഇൽമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ, ഇൽമു എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ, അവര് പറയുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് മനസ്സിലാക്കുന്ന, കൃത്യമായി മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം. അതല്ലെങ്കിൽ വലിയ അപകടം പറ്റും. കാരണം ഇത് ദീനാണ്, അവർ തെറ്റായി മനസ്സിലാക്കും. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു അസർ കാണാം, ഹദ്ദിസുൻ നാസ ബിമാ യഅരിഫൂൻ അതുഹിബ്ബൂന അൻ യുകദ്ദിബ അല്ലാഹ വറസൂലഹു, ജനങ്ങളോട് അവർ മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവോ അള്ളാഹുവിനെയും റസൂലിനെയും അവർ കളവാക്കുന്നത്? കാരണം അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ, വ്യക്തമായ രീതിയിലായിരിക്കണം സംസാരിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. പ്രത്യേകിച്ച് ഖതീബുകൾ, ദീനിന്റെ ദാഇമാർ, ആളുകൾക്ക് ദീൻ എത്തിച്ചു കൊടുക്കുന്നവർ, അവരുടെ സംസാരം കൃത്യമായ രീതിയിൽ, ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ, കൃത്യമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം അവർ സംസാരിക്കേണ്ടത്. ആളുകളുടെ ഇടയിൽ കുഴപ്പമുണ്ടാക്കുന്ന രീതിയിലാവരുത്. ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ ഈ ഓരോ കാര്യങ്ങളും അതിനുദാഹരണമാണ്. ആ പറയുന്ന വാക്കുകൾ എണ്ണാൻ സാധിക്കും. അതുപോലെ തന്നെ തുടരെ മനസ്സിലാകാത്ത രീതിയിൽ എന്തൊക്കെയോ കാര്യങ്ങളല്ല, കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ കുറഞ്ഞ വാക്കുകളിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിൽ, പിന്നെ അനാവശ്യമായിട്ടുള്ള നീണ്ട ഒരു പ്രസംഗമല്ല റസൂലുള്ളാഹിന്റെ ഖുതുബകളും സംസാരങ്ങളും. കുറഞ്ഞ വാക്കുകളായിരിക്കും, അതിൽ ഏറ്റവും നല്ല ഫായിദ നിറയുന്ന കാര്യങ്ങളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരുന്നത്. അടുത്ത ഒരു ഹദീസ്, وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال, رسول الله صلى الله عليه وسلم പറഞ്ഞു, إذا رأيتم العبد يعطى زهدا في الدنيا وقلة منطق
فاقتربوا منه فإنه يلقى الحكمة رواه البيهقي. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ റഅയ്തുമുൽ അബ്ദ, നീ ഒരു അടിമയെ കാണുകയാണെങ്കിൽ, നിങ്ങൾ ഒരു അടിമയെ കാണുകയാണ്, യുഅതാ സുഹ്ദൻ ഫി ദുനിയ, ദുനിയാവിനോട് വിരക്തി നൽകപ്പെട്ടിട്ടുള്ള, ദുനിയാവിനോട് വിരക്തി അള്ളാഹു നൽകിയിട്ടുള്ള ഒരു അടിമയെ, വഖില്ലത മൻതിഖിൻ, കുറഞ്ഞ സംസാരം, അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളിലൊന്നും മുഴുകാതെ കുറഞ്ഞ സംസാരവും നൽകപ്പെട്ടിട്ടുള്ള, അള്ളാഹുവിനെ അനുസരിക്കുന്ന എന്താണോ ആവശ്യം, ചില സമയങ്ങളിൽ ഒരു നീണ്ട സംസാരം ആവശ്യമാവും, അവിടെ എന്താണോ ആവശ്യം ആ ആവശ്യത്തിന്റെ രീതിയിൽ, അള്ളാഹുവിനുള്ള അനുസരണത്തിന്റെ രീതിയിൽ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ഒരാളെ നിങ്ങൾ കണ്ടാൽ ഫഖ്തരിബൂ മിൻഹു, അവനോട് ചേർന്ന് കൊള്ളുക, അവനോട് കൂട്ടുകൂടിക്കൊള്ളുക. ഫഇന്നഹു യുലഖാ അൽ ഹിക്മത, അവൻ അല്ലാഹു തആല ഹിക്മത്ത് നൽകിയിട്ടുണ്ട്, അഥവാ അവന് ഹിക്മത്ത് നൽകപ്പെട്ടിട്ടുണ്ട്. ഹിക്മത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, ദുനിയാവിനോട് വിരക്തി ഉണ്ടാവുക എന്നുള്ളത്. ദുനിയാവിന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ട ഒരാൾക്ക് ദുനിയാവിനോട് വിരക്തി തീർച്ചയായിട്ടും ഉണ്ടാവും. അത്ര നിസ്സാരമാണ് ദുനിയാവ് എന്ന് പറഞ്ഞാൽ. ദുനിയാവിന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുന്നില്ല എന്നതാണ് നമുക്കൊക്കെ ദുനിയാവിനോട് ഒരു വിരക്തി ഇല്ലാത്ത ഒരു താല്പര്യം എപ്പോഴും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കാനുള്ള കാരണം. ഒന്നാമത്തേത്, അല്ലാഹു തആല ഒരു അടിമക്ക് അതിനുള്ള തൗഫീഖ് നൽകുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ അത് അവന് ഹിക്മത്ത് ലഭിച്ചതിന്റെ ലക്ഷണമാണ്. രണ്ടാമത്തേത് ഖില്ലത്തു മൻതിഖ്, അവന്റെ സംസാരത്തിൽ ആവശ്യത്തിന് മാത്രം എന്താണോ ആവശ്യം ആ രീതിയിൽ സംസാരിക്കുക എന്നുള്ളത്. അനാവശ്യമായ സംസാരം അത് പലതരത്തിൽ ദോഷമാണ്, പലതരത്തിൽ. അതും ബോധ്യപ്പെട്ട ഒരാളെ നിങ്ങൾ കണ്ടാൽ അവനോട് കൂട്ടുകൂടിക്കൊള്ളുക. കാരണം അവൻ അല്ലാഹു തആല ഹിക്മത്ത് നൽകിയിട്ടുണ്ട്. ഹിക്മത്ത് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്ന മഹത്തായ കാര്യമാണ്. അല്ലാഹു തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, യുഅ്തിൽ ഹിക്മത മൻ യശാ വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു ഹിക്മത്ത് കൊടുക്കും. ആ ഹിക്മത്ത് ആർക്കാണ് നൽകപ്പെട്ടത്? അവന് വലിയ ഖൈറാണ് നൽകപ്പെട്ടിട്ടുള്ളത്, വലിയൊരു ഖൈറാണ് നൽകപ്പെട്ടിട്ടുള്ളത്. ഉലമാക്കൾ എന്താണ് ഹിക്മത്ത് എന്ന് വിശദീകരിക്കുന്നവർക്ക് ചിലർ സുന്നത്താണെന്ന് പറഞ്ഞു കാണാം, ചിലർ ഫിഖ്ഹ് ഫിദ്ദീൻ, ദീനിന്റെ ഫിഖ്ഹ് ആണെന്ന് പറഞ്ഞു കാണാം. ഹിക്മത്തിന്റെ പൊതുവെയുള്ള ഒരാശയം ഒരു കാര്യം വെക്കേണ്ട സ്ഥാനത്ത് വെക്കുക, ഒരു സമയത്ത് എന്താണ് പറയേണ്ടത്, ഒരു സമയത്ത് എന്താണ് ചെയ്യേണ്ടത്, ഒരു കാര്യം എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ബോധം. അതാണ് ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഉപയോഗിക്കുന്ന അർത്ഥം. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ദീനിനെ യഥാർത്ഥ രൂപത്തിൽ അതിനെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാനുള്ള ഒരു തൗഫീഖ് നൽകപ്പെടുക എന്ന് പറഞ്ഞാലാണ് ഹിക്മത്ത്. അതിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ദുനിയാവിനോട് വിരക്തി ഉണ്ടാവലും കുറഞ്ഞ സംസാരവുമാണ്. അങ്ങനെയുള്ള ഒരാളെ കണ്ടാൽ അവരോട് കൂട്ടുകൂടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. وعن بريدة رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول, رسول الله صلى الله عليه وسلم പറഞ്ഞ ഞാൻ കേട്ടു, ബുറൈദ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്ന മിനൽ ബയാനി സിഹ്റൻ, ബയാനിൽ കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിച്ച് പറയുന്ന, ധാരാളമായി സംസാരിക്കുന്നതിൽ ഒരു സിഹ്റുണ്ട്, ഒരു വശീകരണമുണ്ട്. വഇന്ന മിനൽ ഇൽമി ജഹ്ലൻ, ഇൽമിൽ ഒരു ജഹലുമുണ്ട്. വഇന്ന മിനശ് ശിഅരി ഹികമൻ, ഷിഅറിൽ കവിതകളിൽ ബൈറ്റുകളിൽ ഒരു ഹിക്മത്തുണ്ട്. വഇന്ന മിനൽ ഖൗലി ഇയാലൻ, സംസാരങ്ങളിൽ പാഴായി പോകുന്ന സംസാരങ്ങളുണ്ട്. 4 കാര്യങ്ങളാണ് ഈ ഹദീസിൽ പറയുന്നത്. ഒന്നാമത്തേത് പറഞ്ഞു, ഇന്ന മിനൽ ബയാനി സിഹ്റൻ, ബയാനിൽ ഒരു കാര്യം വിശദീകരിച്ച് പറയുന്നതിൽ ഒരു സിഹറുണ്ട്. ഈ വാക്കിനെ പണ്ഡിതന്മാർ 2 രീതിയിൽ വിശദീകരിച്ച് കാണാൻ സാധിക്കും. ഒന്ന്, ചില ആളുകൾക്ക് വളരെയധികം സംസാരത്തിലുള്ള വൈഭവം ഉണ്ടാകും. ബാത്തിലിന്റെ ആളുകളാണെങ്കിൽ അവര് ഹക്കിനെ ഇല്ലാതാക്കുന്ന രീതിയിൽ അവരുടെ സംസാരത്തിന്റെ വൈഭവം കൊണ്ട് ആളുകളുടെ കൽബിനെ വശീകരിച്ച് കളയും. ആളുകളുടെ കൽബിന് ഒരു സിഹ്ർ ഉദ്ദേശിച്ചാൽ ഒരു വശീകരണം, ആളുകളുടെ കൽബിന് വശീകരിച്ച് കളയും. അപ്പൊ ആളുകൾ ഇവന്റെ സംസാരം കേട്ടിട്ട് ഇത് ശരിയാണെന്നുള്ള നിലക്ക് അതിൽ വീട് പോവുകയും ചെയ്യും. അതാണ് ബയാനിൽ സിഹ്ർ എന്നുകൊണ്ട് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചു. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു അതൊരു മദ്ഹാണ്, അതായത് നല്ലൊരു സംസാരത്തിൽ ആളുകളെ വശീകരിക്കാൻ സാധിക്കും എന്നുള്ള നിലക്ക് ഒരു മദ്ഹാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. അതൊരു നല്ല കാര്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് കാണാം. ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സംസാരത്തിന് അടിസ്ഥാനപരമായിട്ട്, അത് ഈ ബയാൻ ഒരു കാര്യം വിശദീകരിച്ച ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതിൽ അടിസ്ഥാനപരമായിട്ട് ഖൈറും ഷർറും ഇല്ല. അടിസ്ഥാനപരമായിട്ട് അത് ഖൈറാകുന്നത് നന്മക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ്, അത് ഷർറാകുന്നത് തിന്മക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ്.
അപ്പൊ ഒരു പാപിയെ തിന്മകൾ ചെയ്ത് നടക്കുന്ന ആള്, അല്ലെങ്കിൽ ബിദ്അത്തിൽ മുഴുകിയ ആള്, അല്ലെങ്കിൽ ശിർക്കിൽ മുഴുകിയ ആള്, ഇയാളെ തന്റെ സംസാര വൈഭവം കൊണ്ട് തൗഹീദിലേക്കും സുന്നത്തിലേക്കും അള്ളാഹുവിനോടുള്ള അനുസരണത്തിലേക്കും എത്തിക്കുകയാണെങ്കിൽ അത് ഖൈറാണ്. അവന്റെ സംസാരം അവന്റെ കൽബിനെ വശീകരിക്കാതുള്ള ഖൈറാണ്. എന്നാൽ ഹക്കിന്റെ ആളുകളെ, യഥാർത്ഥ മനഹജിലുള്ള ആളുകളെ സംസാര വൈഭവം കൊണ്ട് പഴപ്പിക്കുകയാണെങ്കിൽ അത് ഷർറുമാണ്. അപ്പൊ എന്തായാലും സംസാരത്തിൽ മറ്റുള്ളവരെ വശീകരിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിലൂടെ പറഞ്ഞു കാണാൻ സാധിക്കും. അപ്പൊ ഈ സംസാരം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകൾ ഏറ്റവും നല്ല രീതിയിൽ അതിനെ ഉപയോഗിക്കുക. ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളെയും, ഇപ്പൊ കവിതയെല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. റസൂലുള്ള ഓരോ സംഘങ്ങളെ ദഅവത്തിന് വേണ്ടി അയക്കുമ്പോൾ നല്ല രീതിയിൽ പ്രസംഗിക്കുന്ന, അതിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള ആളുകൾ നിയോഗിക്കുമായിരുന്നു. അതുപോലെ കവികൾ കുഫാറുകൾക്ക് റദ്ദ് എഴുതാൻ, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ മഹത്വം അറിയിക്കാൻ ഹസ്സാൻ ഇബ്നു സാബിത്ത്, കഅബ് ഇബ്നു മാലിക്, കഅബ് ഇബ്നു സുഹൈർ, അബ്ദുല്ലാഹ് ഇബ്നു റവാഹ, ഇവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദപ്രകാരം കവിതകൾ എഴുതിയിരുന്നു. കുഫാറുകൾക്ക് റദ്ദായിക്കൊണ്ടും ഇസ്ലാമിന്റെ മഹത്വം അറിയിച്ചുകൊണ്ടല്ല. അപ്പൊ നല്ല രീതിയിലാണെങ്കിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാം. എന്റെ രണ്ടാമത്തെ കാര്യം പറഞ്ഞു, വഇന്ന മിനൽ ഇൽമി ജഹ്ലൻ, ഇൽമിൽ ഒരു ജഹ്ലുണ്ട് എന്ന്. ഇതിനെ വിശദീകരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആലിം, ഒരു ഇൽമുള്ള ഒരാൾ, അവന് ഇൽമില്ലാത്തൊരു ഫന്നിൽ, അവന് ഇൽമില്ലാത്ത ഏതെങ്കിലും ഒരു മേഖലയിൽ അവൻ കയറി ഇടപെടുകയും അവനതിൽ ഇൽമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അതിൽ ഇടപെടുകയും എന്നിട്ട് ഇൽമില്ലാത്ത ജഹ്ല് വിളിച്ചു പറയുകയും ചെയ്യുന്ന ഒരവസ്ഥ, അതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശമെന്ന് വിശദീകരിച്ച് കാണാൻ സാധിക്കും. അതായത് ഒരു ആലിം, അവന് ഇൽമുള്ള ഒരുപാട് ഫന്നുകളുണ്ട്. ചിലപ്പോൾ ഫിഖഹിലായിരിക്കാം, ചിലപ്പോൾ ഹദീസ് ആയിരിക്കാം, ചിലപ്പോൾ അഖീദയായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയായിരിക്കാം. പക്ഷേ ഇവന്റെ ഇൽമ് ഇല്ലാത്തൊരു മേഖലയിൽ പോയിട്ട് അവിടെ ഇൽമുണ്ട് എന്ന് കാണിക്കാൻ നോക്കുമ്പോൾ അവൻ എന്താവും? അവൻ ആ വിഷയത്തിൽ എന്താവും? ജാഹിലാവും. അതാണ് ഇന്ന ഫിൽ ഇൽമി വഇന്ന മിനൽ ഇൽമി ജഹ്ലൻ എന്നുകൊണ്ട് ഉദ്ദേശമെന്ന് ഉലമാക്കൾ പറഞ്ഞു. വഇന്ന മിനശ് ശിഅരി ഹികമൻ, ശിഅരിൽ കവിതകളിൽ ഹിക്കമുണ്ട് എന്നുള്ളത്. അതായത് സംസാരം, കലാമിനെ രണ്ടായി തിരിക്കാം. ഒന്ന് നെസർ ഉണ്ടാകും, അല്ലെങ്കിൽ ഷിഅർ ഉണ്ടാകും. നെസർ പറഞ്ഞാൽ ഖണ്ഡികയായിട്ടുണ്ടാകുന്ന ഖണ്ഡികയായിട്ടുണ്ടാകുന്ന എഴുത്തുകൾ, എഴുത്തായിട്ട് വരുന്നത്. ഷിഅർ എന്ന് പറഞ്ഞാൽ ബൈറ്റിന്റെ രൂപത്തിൽ കവിതകളായിട്ട് എഴുതുന്നത്. നമുക്ക് ദീനിന്റെ പല ഫന്നുകളും, ഇപ്പൊ ഉസൂൽ ഹദീസ് ആവട്ടെ, ഫിഖ് ആവട്ടെ, ഏത് മേഖലയിലും അറബി ഭാഷയുടെ നിയമങ്ങളാവട്ടെ, നമുക്ക് അതൊരു നെസറായിട്ട് ഒരു കിതാബ് പോലെ ആയിട്ടും ഉണ്ടാകും. അതിനെ പെട്ടെന്ന് ഹിഫ്ളാക്കാനും പെട്ടെന്ന് മനസ്സിലാക്കാനും ഓർമ്മയിൽ എടുക്കാനും വേണ്ടി അത് ഉലമാക്കൾ ബൈത്തുകളായിട്ട് എഴുതിയെന്ന് കാണാം. പല കിതാബുകളും അങ്ങനെ കാണാൻ സാധിക്കും. ബൈത്തുകളായിട്ടും എഴുതും, അല്ലാത്ത രീതിയിലും. അത് കുട്ടികൾ ഹിഫ്ളാക്കാൻ വേണ്ടി ഉലമാക്കൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ ഈ ഷിഅർ എന്ന് പറഞ്ഞത് പണ്ട് മുതലേ ജാഹിലി കാലത്തുള്ള ഷിഅറുകൾ പോലും അറബി ഭാഷയിൽ കഴിവുണ്ടാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് അത് ഉപയോഗിക്കാറുണ്ട്. അറബി ഭാഷയിൽ ഒരാൾക്ക് ധാരാളം കഴിവുണ്ടാവുക എന്നത് ഈ കവിതകൾ മനസ്സിലാക്കുന്നതിലൂടെ ലഭിക്കും. പ്രത്യേകിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ നല്ല കഴിവുള്ള ആളായിരുന്നു, കവിതകളിലും അറബി ഭാഷയിലുമെല്ലാം. അതുപോലെ മറ്റു പലരും. അപ്പൊ ഇന്നും അറബി പഠിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ അതിൽ ധാരാളം കഴിവുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇതുപോലെയുള്ള നല്ല കവിതകളെല്ലാം പഠിക്കാൻ ഉപയോഗിക്കാം. അതായത് ദീനിന്റെ ഇതുപോലുള്ള ഫന്നുകൾക്ക് കവിതകൾ നല്ലതാണ്. എന്നാൽ അതേസമയം മറ്റു ചില ആളുകൾ അവർ കവിതകൾ എഴുതുന്നത് കാണാൻ സാധിക്കും. ഇഷ്കിനെ സംബന്ധിച്ച് അവർക്ക് അതുപോലെയുള്ള വൃത്തികേടുകളെ, മ്ലേച്ഛതകളെ സംബന്ധിച്ച് അത് തെറ്റാണ്, അത് ആക്ഷേപിക്കപ്പെട്ട കാര്യവുമാണ്. അല്ലെങ്കിൽ ഹിക്മത്ത് കൊണ്ട് നല്ല വാചകങ്ങൾ കൊണ്ട് കവി എഴുതുന്ന മുത്തനബി പോലെയുള്ള ഒരു കവിയാണ്. അതുപോലെ ധാരാളം കവികൾ ഇസ്ലാമിക ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അതിലൊരു ഹിക്കമുണ്ട്, പഠിക്കാൻ ഉപകരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. വഇന്ന മിനൽ ഖൗലി ഇയാലൻ, സംസാരത്തിൽ പാഴായി പോകുന്ന കാര്യങ്ങളുണ്ട്. ആയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അവന് പോകേണ്ട വഴിയിൽ പോകാതെ തെറ്റിപ്പോകുന്നവനാണ്. അപ്പൊ ഇവിടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ചില ആളുകൾ ചില സംസാരങ്ങൾ സംസാരിക്കും, കേൾക്കുന്ന ആൾക്ക് മനസ്സിലാകാത്ത വിഷയമായിരിക്കുമ്പോൾ സംസാരിക്കുന്നുണ്ടാവുക. കേൾക്കുന്ന ആൾക്ക് ഒരു ഖദർ ഉണ്ടാവുമല്ലോ, ഒരു കഴിവുണ്ടാവും. എന്നാൽ അയാൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളായിരിക്കും പറയുക, അല്ലെങ്കിൽ അയാൾ ഒരിക്കലും സ്വീകരിക്കാത്ത കാര്യങ്ങളായിരിക്കും പറയുക. അതായത് അയാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത, അയാൾ ഒരു ഉപകാരവും എടുക്കാത്ത കാര്യങ്ങളായിരിക്കും. ആ രീതിയിൽ സംസാരിക്കുന്ന സംസാരങ്ങൾ എന്താണ്? പാഴായി പോകുന്ന സംസാരമാണ്, അതൊരു ആവശ്യമില്ലാത്ത സംസാരമാണ്. അപ്പൊ സംസാരത്തിൽ
അങ്ങനെ പാഴായി പോകുന്ന കാര്യങ്ങളുമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ പറയാണ്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം സംസാരിക്കുമ്പോൾ അത് ഉപകാരപ്രദമായ രീതിയിൽ അതിനെ ഉപയോഗിക്കാൻ നാം പഠിക്കണം എന്നുള്ളതാണ്. ഈ കിതാബിലെ അവസാനത്തെ ഒരു അസർ, ഒരു ഹദീസ് സഹാബിയിൽ ഉദ്ധരിക്കുന്നതാണ്. വഅൻ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല യൗമൻ, ഒരിക്കൽ പിന്നെ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, വഖാമ റജുലുൻ ഫഅക്സറൽ ഖൗൽ, ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അടുക്കൽ, അദ്ദേഹം അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മിസ്രിലെ ഗവർണർ ആയിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ മിസ്രിലെ അമീറായിട്ട് നിയോഗിച്ചതാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ. അപ്പൊ അവിടെ ഒരു വ്യക്തി എഴുന്നേറ്റ് നിന്ന് ധാരാളം സംസാരിക്കുകയാണ്. ഫഖാല അംർ, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ലൗ ഖസദ ഫീ ഖൗലിഹി ലകാന ഖൈറൻ ലഹു, അവരുടെ സംസാരം ഒരു മിതത്വമായിരുന്നെങ്കിൽ അതാണ് അവന് ഉത്തമമായിട്ടുള്ളത്. സംസാരം മിതത്വപരമായിട്ടുള്ളതാണ് അവന് ഉത്തമമായിട്ടുള്ളത്. സമീഅത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ലഖദ് റഅയ്തു ഔ ഉമിർതു, ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അൻ അതജവ്വസ ഫിൽ ഖൗൽ ഫഇന്നൽ ജവാസ ഹുവ ഖൈറുൻ റവാഹുമാ അബൂ ദാവൂദ്. റസൂലുള്ളാഹി പറയാണ്, എന്നോട് കൽപ്പിക്കപ്പെട്ട കാര്യമാണ് അൻ അതജവ്വസ ഫിൽ ഖൗൽ, സംസാരത്തിൽ ഒരു ഇഖ്തിസാർ അഥവാ ആവശ്യത്തിന് മാത്രം സംസാരിക്കുക എന്നത്. ഫഇന്നൽ ജവാസ ഹുവ ഖൈറുൻ, ആ മിതത്വം അവിടെ കൊണ്ടു നടക്കുക എന്നുള്ളതാണ് ഉത്തമമായിട്ടുള്ളത് എന്ന് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, ഈ ബാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ബാബുകളിൽ ഇൽമുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് ഒരു ഇൽമ് നേടുന്നവൻ, ഒരു ത്വാലിബുൽ ഇൽം അല്ലെങ്കിൽ ഇൽമുള്ളവൻ, അവൻ അനാവശ്യ സംസാരങ്ങൾ മുഴുകുന്നവനാകരുത്. അവന്റെ സംസാരം കൃത്യമായി ആവശ്യമുള്ള രീതിയിലായിരിക്കണം അവൻ സംസാരിക്കേണ്ടത്. ആ സംസാരം കൃത്യവും വ്യക്തവുമായിരിക്കണം. അത് ആളുകളെ ഹക്കിലേക്ക് അടുപ്പിക്കുന്നതായിരിക്കണം. അനാവശ്യമായ തർക്കങ്ങളിലേക്കും അനാവശ്യ കാര്യങ്ങളിലേക്കും മുഴുകി സംസാരങ്ങൾ പിടിവിട്ടു പോകുന്ന രീതിയിലാകാൻ പാടില്ല ഒരു യഥാർത്ഥ ത്വാലിബുൽ ഇൽം. അതുപോലെ യഥാർത്ഥ മുഅ്മിൻ അവനുണ്ടായിരിക്കേണ്ട ഗുണമാണ് ഈ ബാബിൽ പറഞ്ഞത്. ഇതോടുകൂടി കിതാബ് അവസാനിപ്പിക്കുകയാണ്. ഷെയ്ഖ് അവസാനിപ്പിച്ചു, ആഖിറുഹു വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്തുതിച്ചുകൊണ്ട് ഷെയ്ഖ് ഈ കിതാബ് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ വളരെയധികം ഫായിദകൾ നേടിയ ഒരു കിതാബാണ്. ഈ 10-26ഓളം ദർസുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പിന്നെ സംസാരിച്ച എനിക്കും ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും ഇതുകൊണ്ടുള്ള ഉപകാരം, ഇത് വായിക്കുന്നവർക്കും ഇതുകൊണ്ടുള്ള ഉപകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. ഇത് എഴുതിയ ഷെയ്ഖിന് അല്ലാഹു സുബ്ഹാനഹു വ തആല, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ, അദ്ദേഹത്തിന് അല്ലാഹു തആല അർഹമായ പ്രതിഫലവും അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും നാളെ ജന്നത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിപ്പിക്കുകയും ചെയ്യട്ടെ. 12 ബാബുകളാണ് കിതാബിൽ നമ്മൾ പറഞ്ഞത്. അതൊന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാമത് നാം പറഞ്ഞു ബാബു മഅരിഫത്തില്ലാഹി വൽ ഈമാൻ ബിഹി, അല്ലാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്തും ഈമാനും പറഞ്ഞു. രണ്ടാമത്തേത് ബാബു ഖൗലില്ലാഹി തആല ഹത്താ ഇദാ ഫുസ്സിഅ അൻ ഖുലൂബിഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വത്തെ പറയുന്ന ഈ ആയത്തിനെ വിശദീകരിക്കുന്ന ബാബ്. മൂന്നാമത്തെ ബാബ് ബാബു ഖൗലിഹി തആല വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ ബാബ്. നാലാമത്തേത് ബാബു അൽ ഈമാൻ ബിൽ ഖദർ, ഖദറുമായി ബന്ധപ്പെട്ട വിശ്വാസവുമായി ബന്ധപ്പെട്ട ബാബ്. അഞ്ചാമത്തേത് ബാബു ദിക്രിൽ മലായികത്തി അലൈഹിമുസ്സലാം വൽ ഈമാൻ ബിഹിം, മലക്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശ്വാസവും ഉള്ള കാര്യങ്ങൾ. ആറാമത്തേത് ബാബുൽ വസിയ്യത്ത് ബി കിതാബില്ലാഹി അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ കിതാബ് ഖുർആനുമായി ബന്ധപ്പെട്ട ബാബ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അടുത്തത് ഏഴാമത്തേത് ബാബു ഹഖൂഖുൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ബാബ്. എട്ടാമത്തേത് ബാബു തഹ്രീലിഹി അല സുന്ന, സുന്നത്തിന്റെ പ്രാധാന്യം പറഞ്ഞത്. ഒമ്പതാമത്തേത് ബാബു തഹ്രീൽ അല ത്വലബിൽ ഇൽം, ഇൽമിന് കൊടുക്കേണ്ട പ്രാധാന്യം. പത്താമത്തേത് ബാബു ഖബലുൽ ഇൽം, ഇൽമ എടുക്കപ്പെടുന്നതിനെ പറ്റി പറഞ്ഞു. 11ാമത്തേത് ബാബു തശ്ദീദ് ഫി തലബിൽ ഇൽം, ഇന്ന് എടുത്ത 2 ബാബുകൾ തലബിൽ ഇൽമിലെ അതിനെ ശ്രദ്ധിക്കേണ്ട, അതിൽ എന്തിനു വേണ്ടിയിട്ടാണ് തലബിൽ ഇൽമ നേടേണ്ടത്, ആളുകളോട് തർക്കിക്കാൻ വേണ്ടി, അതിനെക്കുറിച്ചുള്ള താക്കീത്. അവസാനത്തെ ബാബ് സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ട കുറവ് വരുത്തേണ്ടതുമായി ബന്ധപ്പെട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ യഥാർത്ഥ രൂപത്തിൽ സൂക്ഷിക്കാനും കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമലായി പ്രാവർത്തികമാക്കാനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.